രാഷ്ട്രീയത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകർ, 1-ാം വാർഡിൽ നിന്നും 3-ാം വാർഡിൽ നിന്നും ജയിച്ച സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ ഒരു വിജയാഘോഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഒരുപക്ഷെ ശിവപുരത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലൊരു വിജയാഘോഷം ആവശ്യമായി വന്നതിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ആമുഖ ഭാഷകൻ കൃത്യമായി പറഞ്ഞത്. എല്ലാ സംഘടനകളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു കേളികൊട്ടാണ്. ഏറ്റവും മനോഹരമായി രാഷ്ട്രീയപരമായി സംവദിക്കുകയും വീട് വീടാന്തരം കയറി സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ജനങ്ങളുമായി സംവദിച്ച് തെരഞ്ഞെടുപ്പിൽ ആളുകളോട് വോട്ടഭ്യർത്ഥിച്ച് വോട്ട് ചെയ്ത് വിജയിച്ചാൽ നമ്മളെല്ലാവരും വിജയാഘോഷം നടത്താറുണ്ട്. എന്റെ വാർഡിൽ ഞാൻ കീഴല്ലൂർ പഞ്ചായത്ത് എന്ന് വരുന്ന CPM-ന് വലിയ മെജോറിറ്റി ഉള്ള പഞ്ചായത്തിൽ ഏറ്റവും മാന്യമായ രീതിയിൽ എല്ലാ ദിവസവും ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാകും. ഏറ്റവും മാന്യമായ ഭാഷയിൽ നിരന്തരമായി പൊളിറ്റിക്സ് പറഞ്ഞു, സംസ്ഥാന കേന്ദ്ര ഭരണത്തിന്റെ പോരായ്മകൾ വിളിച്ചു പറഞ്ഞു, പഞ്ചായത്തിന്റെ പോരായ്മകൾ വിളിച്ചു പറഞ്ഞു. ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സംഘടിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഒരു വാർഡും ഒരു ഡിവിഷനും നേടിയതിനു ശേഷം ഞങ്ങൾ വിജയാഘോഷം നടത്തി. വിജയാഘോഷം നടത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞ വർത്തമാനങ്ങൾ വളരെ മാന്യമായിട്ടാണ്. വോട്ട് ചെയ്തവരുണ്ടാകാം, വോട്ട് ചെയ്യാത്തവരുണ്ടാകാം. എല്ലാവരോടും നമ്മൾ സംവദിച്ചത് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന ഏറ്റവും മാന്യമായ ഭാഷയിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സകലമാന പാർട്ടിക്കാരും സംസാരിച്ചതെങ്കിൽ ഇവിടെ പ്രത്യേകമായ ഒരു തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട ഞങ്ങൾ കണ്ടു. വിജയാഘോഷത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ സുഡാപ്പിയുടെ ഒരു നേതാവിന്റെ പ്രസംഗം ഞങ്ങൾ കേട്ടു. എത്ര മലീമസമാണ്! ശിവപുരം പോലത്തെ ഏറ്റവും മനോഹരമായ ഒരു അങ്ങാടിയിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എത്രമേൽ വികലമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കേണ്ട ഇടമാണോ? വിജയിക്കുന്നതിന് മുമ്പ് എന്ത് വീമ്പും പറയാം. എന്നാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ നിന്റെ രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല എന്നതാണ് നിന്റെ പേര് സുഡാപ്പിയായി പോയത് എന്ന് ഓർത്തു വെക്കണം. എന്നാൽ ഞങ്ങൾ നിരന്തരമായി പൊളിറ്റിക്സ് പറയും. ലീഗും കോൺഗ്രസും തോറ്റുപോയിട്ടുണ്ട്. ഇന്നലകളിൽ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധി തവണ ഞങ്ങൾ തോറ്റുപോയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ആരെയും വന്ന് വീമ്പ് പറയാറില്ല. ഞങ്ങൾ അപ്പോഴും ആരെങ്കിലും വന്ന് ചീത്ത വിളിക്കാറില്ല. മാന്യമായി പിന്നെയും ജനങ്ങളോട് സംവദിക്കും. തോൽപ്പിച്ചവരെയും ജയിപ്പിച്ചവരെയും ചേർത്ത് പിടിച്ച ഞങ്ങൾ രാഷ്ട്രീയം പറയും. എന്നാൽ ഇവിടെ വന്ന് പ്രസംഗിച്ച പ്രസംഗം എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ വർത്തമാനമുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയാണ്, ശിവപുരത്തങ്ങാടിയിൽ ഈ നാട്ടിലെ മനുഷ്യർ നട്ടെല്ല് നിവർത്തി നടക്കാൻ തുടങ്ങിയത് ഈ ചെക്കം പറഞ്ഞ പാർട്ടി ഉണ്ടായപ്പോഴാണ് എന്ന് പറയാൻ നിന്റെ തലയിൽ ഓളമുണ്ടോ? മാന്യമായി ചോദിക്കാൻ. ഞാൻ ശിവപുരത്തുകാരനല്ല, എനിക്ക് ശിവപുരത്തിന്റെ ചരിത്രവും ഒരുപക്ഷെ നിന്റെ അത്ര അറിയില്ല എന്ന് നീ വെച്ചോ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ അങ്ങാടിയിലെ മനുഷ്യർ അഭിമാനബോധത്തോടുകൂടി ഒരു പൊന്നുമോന്റെ മുന്നിലും തല കുലിച്ചിട്ടില്ലാത്ത ഒരു ജനത ഈ നാട്ടിലുണ്ട്. അതിന്റെ അട്ടിപ്പാറ് ലീഗാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, അതിന്റെ അട്ടിപ്പാറ് കോൺഗ്രസ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല, അതിന്റെ അട്ടിപ്പാറ് UDF ആണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതിന്റെ അട്ടിപ്പാറ് ഇവിടെ ജനിച്ച മനുഷ്യന്റെ നട്ടലിൽ അവരെ നട്ടലുണ്ട് എന്നതാണ്. അത് ഇന്നലെ മുഖത്ത സുഡാപ്പി ഉണ്ടാക്കി കൊടുത്തതല്ല. നീ എങ്ങനെ ഉണ്ടായത്? നീ പറ. നീ വീമ്പളക്കിയല്ലോ. ലീഗ് എങ്ങനെ ഉണ്ടായി? ലീഗിന്റെ ചരിത്രം പറ എന്ന് പറയണല്ലോ. പൊന്നുപോലത്തെ സുഹൃത്തെ ഒന്ന് പറയട്ടെ, ഇരുട്ടിന്റെ മറവിൽ അരമെഴുകുതിരി വെളിച്ചത്തിൽ അരമുറി അതീസോദിച്ച ഉണ്ടായ പാർട്ടി അല്ലടോ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് കൊടുക്കുന്ന പാർട്ടി. മനുഷ്യരോട് പോരാടി. ആരോട്? നിന്റെ ആ പൂപ്പ നേതാവിനോടല്ല. ഇന്ത്യയിലെ യശസ്വരീനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സുബ്ബരായൻ, AKG, EMS തുടങ്ങി പ്രഗത്ഭരായ മനുഷ്യരോട് ഫേസ് ടു ഫേസ് പൊളിറ്റിക്കൽ ഡിബേറ്റ് നടത്തി ആണുങ്ങളെ പോലെ നിന്ന് ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് മനസ്സിലാക്ക്. അല്ലാതെ ഇരുട്ടിന്റെ മറവിൽ ചെറുപ്പക്കാരെ കൊണ്ടുപോയി അരതിരി വെളിച്ചത്തിൽ അരമുറി അതീസോതി ഇതാ സമുദായം ബേജാറാണ്, ടെൻഷനാണ് എന്ന് പറഞ്ഞ ആളെ കൂട്ടി പാർട്ടിയുടെ പേര് സുഡാപ്പിയാണ് എന്ന് ഓർത്തു വെച്ചോ. ആ നിങ്ങള് ഞങ്ങളോട് പറയണം, ലീഗ് രാഷ്ട്രീയം പറയണം. നീ ആദ്യം രാഷ്ട്രീയം പറ. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, നിങ്ങൾ എവിടെയെങ്കിലും ഇവർ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടുണ്ടോ?
സംസ്ഥാന സർക്കാർ വിലക്കയറ്റമുണ്ടാക്കി. എവിടെയെങ്കിലും സുഡാപ്പി പറഞ്ഞോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊള്ളരായ്മകൾ ചെയ്തു. എവിടെയെങ്കിലും സുഡാപ്പി പറഞ്ഞോ? അവര് പറയില്ല. എന്താ കാരണം? അവര് ഡീലാണ്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ LDF-ന് പോപ്പുലർ ഫ്രണ്ടിന് സ്ഥാനാർത്ഥി തന്നത് CPM ആണ്. അവർ കൂട്ടുകച്ചവടമാണ്. അവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലായിടങ്ങളിലും അവിടെ നിങ്ങൾ LDF-മായി കൂട്ടുകെട്ടുണ്ടാക്കി ഒരു സീറ്റ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച നീ ലീഗിനോട് രാഷ്ട്രീയം പറ എന്ന് പറയാനുള്ള നട്ടലിന്റെ ഉറപ്പൊന്നും സുഡാപ്പിക്കാര ഇന്റെ മുതുകത്തില്ലടോ എന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് നീ പറയാ ശിവപുര തങ്ങാടിയിലെ മനുഷ്യർ ഇങ്ങനെ നിവർന്നു നടക്കുന്നത് സുഡാപ്പിയുള്ളത് കൊണ്ടാണ്. എടോ, നിന്നെ നിരോധിച്ചപ്പോ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നട്ടല് നിവർത്തി പോകാൻ ആളൊരുത്തൻ നിന്റെ കൂടുതൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കണ്ടുകൊണ്ട് കടന്ന നിങ്ങള് ആണുങ്ങൾ വീടിനകത്തോട് തൊഴിച്ചു, സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞയച്ച് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്റെ ഉമ്മയും നിന്റെ സഹോദരിയും പൊട്ടിക്കരയുമ്പോ നീ വീട്ടിനകത്തോത്ത. എന്നാൽ ബൗണ്ട്മാൻ പ്രഭു ഉൾപ്പെടെയുള്ള ആളുകൾ ലീഗ് നിരോധിക്കണം. നെഹ്റു ചോദിച്ചു ലീഗ് വേണോ? സുബ്ബരായം പറഞ്ഞു ലീഗിന്റെ മെമ്പർഷിപ്പ് ഉള്ളവൻ ഇന്ത്യയുടെ ഹോംഗാർഡ് പദവിയിൽ പോലും എത്തില്ല എന്ന്. ലീഗിന്റെ മെമ്പർഷിപ്പ് ഉള്ളവൻ ഇവിടെ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അന്ന് പിന്നോട്ട് പോയിട്ടില്ല സുഡാപ്പിക്കാര. ചരിത്രം പഠിക്ക. സുബ്ബരായൻ പറഞ്ഞു ലീഗിന്റെ മെമ്പർഷിപ്പ് അരപ്പട്ടയിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യൻ ഹോംഗാർഡ് പദവിയിൽ പോലും എത്തില്ല എന്ന് പറഞ്ഞ കേരളത്തിൽ അഭിവന്ദ്യനായ CH കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് മാത്രമാണോ? ഒരൊറ്റ ടേമിലെ ചരിത്രം. കഴിഞ്ഞ 5 കൊല്ലം നിലക്കത്തിലെ സീറ്റ് 102. ഇപ്പത്തിര പൊന്നാര സുഡാപ്പി നിന്റെ സീറ്റ് 92. ലീഗിനെത്തിര 2015 20 സീറ്റ് 2800. പൊന്നാര സുഡാപ്പി ഇപ്പൊ ലീഗിന്റെ സീറ്റ് അറിയോ? 3300 മെമ്പർമാരെയും കൊണ്ടു നടക്കുന്ന പാർട്ടി. നിലാവ് പോലെ ഉദിക്കുന്ന ചന്ദ്രശോഭയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 3200 3300 മെമ്പർമാരെയും കൊണ്ട് നടക്കാൻ ആ പാർട്ടിയാണ് ഇന്നലത്തെ മഴയ്ക്ക് പൊളിച്ച തവണ പോലത്തെ നീ ലീഗിനെ വെല്ലുവിളിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. 1-2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇരിട്ടി ഞങ്ങൾ തൂക്കും എന്നാ പറഞ്ഞു. അവസാനം റിസൾട്ട് വന്നപ്പോ ഇരിട്ടി മുനിസിപ്പാലിറ്റി നഗരസഭയിൽ ഇരിക്കുന്ന മെമ്പർമാർക്ക് ചായ കൊണ്ടുകൊടുക്കുന്ന തൂക്ക് പിടിക്കാൻ ഒരുത്തരം ഉള്ളടോ. തൂക്ക് പിടിക്കാൻ ഒരുത്തൻ. പിന്നെ പറഞ്ഞു മാട്ടൂൽ ഞങ്ങൾ പിടിക്കും. ആണുങ്ങൾ ഇറങ്ങിയിട്ടില്ല. പെണ്ണായി ഒരുത്തി ഫാരിസ് ഇറങ്ങിയപ്പോ നീ തൂക്കുമെന്ന് പറഞ്ഞ പേപ്പർ പിടിക്കാൻ ഒരെണ്ണില്ലടോ ആ മാട്ടൂലിൽ. നീ നമ്മക്കിട്ട് വരാൻ ഈരാറ്റുപേട്ടയിൽ അങ്ങ് കുളിക്കും എന്നാ പറഞ്ഞ് കുളിക്കാൻ അവിടെയുള്ള 5 അത് 3 ആക്കിയിട്ടുണ്ട് ലീഗ്. പത്തനംതിട്ട നിനക്ക് 3, അത് പൂജയാക്കിയിട്ടുണ്ട് ലീഗ്. അത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയം പറ. അല്ലാതെ വീമ്പിളക്കുന്ന ഈ സൗണ്ടിന്റെ സ്പീക്കറിന്റെ വലിപ്പം കണ്ട് നീ പറയുമ്പോ കൈയടിക്കുന്ന ആള് മുന്നിലുണ്ടെന്ന് കരുതി എന്ത് വീമ്പും പറയരുത്. ഏറ്റവും സങ്കടകരമായ മറ്റൊരു വർത്തമാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ശിവപുര തങ്ങാടിയിൽ